കണ്ടില്ലേ, ഒരംശം മാത്രം. ആകെ പൂപ്പൽ പിടിച്ച് കിടക്കുക. ദൈവത്തിന്റെ സഹായം കൊണ്ട് ഞാൻ ഒരുപാട് പണമുണ്ടാക്കി. അസൂയാലുക്കൾ പറയും ഞാൻ കള്ളരാഷ്ട്രീയം കളിച്ചുണ്ടാക്കിയതാണെന്ന്. അത് മുഴുവനും ശരിയല്ലെങ്കിലും കുറേയൊക്കെ വാസ്തവമാണ്. എടോ, പണ്ട് നിന്റെ അച്ഛനോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, മാഷേ, ഈ ആദർശമൊക്കെ പ്രസംഗിക്കാനല്ലാതെ പ്രാവർത്തികമാക്കാൻ പാടാണെന്ന്. എവിടെ കേക്കാൻ, ഒരുമാതിരി മൂരാച്ചി പന്ന രാഷ്ട്രീയക്കാരെ പോലെ. അല്ല, ഈ പണത്തിന്റെ അത്യാവശ്യത്തിന് പുളിച്ച് ആദർശം പുഴുകി കൊടുത്താൽ പോരല്ലോ. ഇന്ന് രാഷ്ട്രീയം കൊണ്ട് 10 കാശുണ്ടാക്കണം. അതിന് ഗ്രൂപ്പ് കളിച്ചോ, അമ്പലം വിഴുങ്ങിയോ, മലക്കം പറഞ്ഞോ, നേതാവിന് കൂട്ടിക്കൊടുത്തോ, എങ്ങനെ? ചായോ? കൊണ്ടുവാ. ഏയ്, ഉണ്ണി ചായ കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്. അവന് ചായ വേണ്ട, കൊണ്ടുപോ. അല്ലടാ? അതെ. അസല് ചായ. ഞാൻ വന്ന കാര്യം, വായ്പയായിട്ട് തരാൻ വിഷമമുണ്ടെങ്കിൽ ഗോവിന്ദന് കൊടുക്കാമെന്ന് പറഞ്ഞ ഭൂമി പണയമോ തീരോ തന്നേക്കാം. അയ്യോ, എന്തിന്? അല്ലെങ്കിൽ തന്നെ ഉള്ള ഭൂമി സർക്കാർ മിച്ച ഭൂമിയായിട്ട് പിടിച്ചോണ്ട് പോകുന്ന പേടിച്ചിരിക്കുകയാണ് ഞാൻ. അതിനിടയ്ക്ക് എന്റെ ബാലൻ മാഷ്ട മോളെ കല്യാണാവശ്യത്തിന് 10-25 തരാൻ എനിക്ക് ഈട് വേണമെന്നോ? അയ്യേ, അതൊക്കെ നാണക്കേടല്ലേ ഉണ്ണി. എന്നാൽ വായ്പയായിട്ട് തന്നാ മതി, കഴിയും വേഗം തിരിച്ചു തരാം. തിരിച്ചു തരുമൊന്നും വേണ്ട, പണം ഞാൻ തരാം. പക്ഷേ ചെറിയൊരു പ്രശ്നം. എന്താ? അല്ല, മറ്റൊന്നുമല്ല. ഒരിക്കലും ജോലി ചെയ്യാതെ കൂലി വാങ്ങരുതെന്നും ഒരാളുടെ അർഹിക്കാത്ത ഔദാര്യം കൈപ്പറ്റരുതെന്നും നിന്റെ അച്ഛനായ ബാലൻ മാഷ് നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? ആ സ്ഥിതിക്ക് ഞാൻ നിനക്ക് 30,000 രൂപ തരും. കല്യാണ ചെലവിന്റെ കാശൊക്കെ വേണ്ടേ? അരിയും പച്ചക്കറിയും പന്തലും ഒക്കെ കൂട്ടുകാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പുവിനോട് പറഞ്ഞ വാക്ക് മാത്രം പാലിക്കാൻ കഴിഞ്ഞാൽ മതി. അതെ, അതാണല്ലോ മുഖ്യം. ഇപ്പൊ നീയും എനിക്കൊരു വാക്ക് തരണം. ഞാൻ നിനക്ക് 10,000 രൂപ അഡ്വാൻസ് തരാം. പിന്നെ ഞാൻ പറഞ്ഞ ജോലി നീ തീർത്തു വന്നാൽ ബാക്കി 20,000 രൂപ ഇവിടെ കിടപ്പുണ്ടായിരിക്കും. എന്നോട് ചോദിക്കുകയും ചെയ്യാതെ നിനക്ക് എടുത്തോണ്ട് പോവുകയും ചെയ്യാം. എന്ത് ജോലിയാ? മറ്റൊന്നുമല്ല, ആ മാട്ടത്തറയിലെ ഭാർഗവ ഗ്രൂപ്പിനെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന പങ്കപ്പാട് നിനക്കും അറിയാവുന്നതാണല്ലോ. അയാളെ ഒതുക്കാനായി ഞാൻ നീറ്റിപ്പോറ്റുന്ന മൂരിമൂസയെ നീ തല്ലി തോപ്പിക്കുകയും ചെയ്തു. അല്ല, എന്റെ മോൻ ഷിബിനോട് ഇല്ലാത്തതുകൊണ്ടാണേ. എന്ത് ജോലിയാ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. പറയാം. അക്കരപ്പുറം കവലെ വെച്ച് 10 ആള് കാണുക കുറുപ്പിനെ നീ ഒന്ന് തല്ലണം. കുറുപ്പിയേട്ടനെ തല്ലാനോ? അധികമൊന്നും വേണ്ട, ഒരൊറ്റ അടി മതി. ഞാനോ? എന്തിന്? കാര്യമുണ്ട്. 1-2 ലക്ഷം മുടക്കി എനിക്ക് വേണേ ഗുണ്ടകളെ കൊണ്ടുവരാം. പക്ഷെ അത് പോരാ. അടിക്കുന്നുണ്ടെങ്കിൽ അത് ബാലൻ മാഷിന്റെ മോൻ തന്നെ ആയിരിക്കണം. എന്നാലേ മുഖത്ത് കൊള്ളുമ്പോ ഉറുപ്പിന്റെ ചങ്ക് തകരും. പിന്നെ ഒരു വാക്കും കൂടി പറഞ്ഞേരെ, വിളക്കിത്തല വീരഭദ്രൻ നായർക്ക് ചോദിക്കാൻ ആൺകുട്ടികളുണ്ടെന്ന്. ഉണ്ണി കുറുപ്പിനിട്ട് പെരുക്കുവോന്നാ എന്റെ സംശയം. പെരുക്കിയ ഈ പരുവത്തിലാകും. പെരുക്കാതെ അവിടെ പോകാൻ എല്ലാ പഴുതുകളും ഞാൻ ആദ്യമേ അടച്ചിട്ടുണ്ട്. ഞാൻ പറയാറില്ലേ, ദൈവം എപ്പോഴും എന്റെ ഭാഗത്താണ്. 2 ശത്രുക്കളെ ഒരു കുറുക്കന്റെ ലാഘവത്തോടെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക. പശുവിന്റെ കടിയും കെടും, കാക്കയുടെ വിശപ്പും മാറും. കേട്ടിട്ടില്ലേ? അതെ ഈച്ചേ, ഇത് കളിയാണ്. കളിയിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ജയം മാത്രമായിരിക്കണം ലക്ഷ്യം. അധികം ആലോചിച്ച് നിന്നാൽ കാലിടറും. ബന്ധം ന ബന്ധനം, ജയം ന ജയം, കാലേഷു ഇടറേഷു. അതിനർത്ഥം എന്താണോ? നാളെ പറയാം. ബന്ധനം. തരളിച്ചി കരയല്ലേ? ഇങ്ങനെ കരഞ്ഞിട്ട് കുട്ടിയേട്ടനെ അമ്മയെ വിഷമിപ്പിക്കാന്നല്ലാതെ എന്താ ഒരു നേട്ടം? നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ അപ്പോഴല്ലെങ്കിൽ വേറൊരാള് പോട്ടേന്ന് കരുതി സമാധാനിക്കാം. നിനക്കത് പറയാം. എത്ര പാടുവിട്ടിട്ട് വന്നൊരു ബന്ധ, അത് വെറുതെ പോവാന്ന് വെച്ചാ ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ? എന്തൊന്നും മിണ്ടായിരിക്കണ്ടോ? തീ പിടിച്ച ചട്ടിയിലാ എണ്ണ ഒഴിക്കണത്. വലിയൊരു കേമി. ഒക്കെ ഞാൻ കാരണമാണല്ലോ കുട്ടി. എല്ലാവർക്കും ഒരു ഭാരമായിട്ട് എന്തിനിങ്ങനെ ജീവിച്ചിരിക്കണം? ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. എന്ന് പറയില്ലേ സർലച്ചി? പറഞ്ഞ വാക്ക് പാലിക്കാനായില്ലെങ്കിൽ നാട് വിടുമെന്ന് അപ്പു പറഞ്ഞിരിക്കുന്നത്.
നമ്മുടേതുപോലെ തന്നെ അവന്റെ വാക്കിനും വിലയുണ്ടെന്ന് അവന്റെ ന്യായം. അപ്പു ഒഴിഞ്ഞ നാളെ കല്യാണം നടക്കത്തില്ല. പറഞ്ഞ വാക്ക് പാലിക്കാതെ കല്യാണം മുടങ്ങിയ ബാലമാഷയുടെ കുടുംബത്തിന് തന്നെയല്ലേ നാണക്കേട്. ഉണ്ണി, നീ എന്തോർത്തയ്യേ ഇരിക്കുന്നേ? വീരഭദ്രൻ നായർ എന്ത് പറഞ്ഞെന്നെങ്കിലും പറ, ഇല്ലെങ്കിൽ ഞാൻ പോയി ചോദിക്കാം. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്മ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. എങ്കിൽ നീ ഒരു ഉപകാരം ചെയ്, ഞങ്ങൾക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചതാ. ഒന്നോർത്തോ, കല്യാണം നടക്കേണ്ട മുഹൂർത്തത്തിൽ നടന്നില്ലെങ്കിൽ എന്റെ കുട്ടികളുടെ ശവം എടുക്കേണ്ടി വരുന്നേ. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതേടാ, സത്യമാണ് അമ്മ പറഞ്ഞത്. എല്ലാം കൊണ്ട് മതിയായി എനിക്ക്. എന്റെ മോടെ കഴുത്തിൽ ഒരു താലി കെട്ടി കാണാൻ അത്രമാത്രം ആഗ്രഹിച്ചു പോയടാ ഞാൻ. മിടുക്കൻ, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് 10, ബാക്കി 20,000 നിന്നെ കാത്ത് അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പു ചോദിച്ചതും കൊടുക്കാം. പെങ്ങക്കൊളിന് നിന്റെ വകയായിട്ട് ഓരോ മോതിരവും ഇടാം. എന്താ, പിടിച്ചോ. ഒരടി, അത് മാത്രം മതി. വണ്ടി വിടറാ. എന്താ ഉണ്ണി ഒരു വല്ലായ്മ? എനിക്കിതെന്ത് പറ്റി? ഒരേല് പെങ്ങളെ കല്യാണമായിട്ട് നീ ഇവിടെ നിർത്തിയിരിക്ക. എടാ നമുക്ക് ഉണ്ണിക്ക് കടുപ്പത്തിലുള്ള ചായ കൊടു. അല്ലേ വേണ്ട. ഒരു പതിവ് പാടാത്ത വെട്ടിലെടുക്കണേ. കുറവുണ്ട്. എന്താണോ ഉണ്ണി? എന്താണോ എന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? എന്താ പ്രശ്നം? എന്താണോ പറ്റിയേ? ഉണ്ണി, നീ ഏതുണ്ണി? വീരമാമനെ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചോ? ഉണ്ണേട്ടാ, ഉണ്ണേട്ടാ വേണ്ട ഉണ്ണേട്ടാ. ഉണ്ണി, നീ എന്താ കാട്ടണേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വിടണ്ടേ? അവനെ തല്ലി കൊല്ലും ഞാൻ അവനെ. ഓട്ട പൂർത്തെ ഓനൊരു വര പറഞ്ഞു പോയിരിക്കണേ. നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചാലേ